ഹലോ. എങ്ങനെ ഒരു സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് അവരുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് ടെക്നിക്കൽ വശങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല, വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം. എല്ലാവരും ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് ടെക് വശങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചെറിയ സ്മോൾ ബിസിനസ് ഓണേഴ്സിനെ ഇങ്ങനെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഡിജിറ്റലി മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഏജൻസികളെയും ഇതിനെയൊക്കെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് പേയ്മെൻറ്റ് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലും പരസ്യം ചെയ്യാനായിട്ട് സാധിക്കും. വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിരുന്നാൽ മതി. ഈ ഫണ്ടമെൻ്റൽ അറിയാതെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റാതെ ഈ മണി വേസ്റ്റ് ചെയ്യണത്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പരസ്യം കൊടുക്കാൻ. അത് എവിടെ എങ്ങനെയാണ്? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ മാത്രമല്ല, ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കുമ്പോൾ മാത്രമല്ല, എവിടെ പരസ്യം കൊടുക്കുമ്പോഴും പരസ്യത്തിന് മാർക്കറ്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. അത് കറക്റ്റ് ഓഡിയൻസിലേക്കായിരിക്കണം ചെല്ലേണ്ടത്. ഇൻ കേസ് റോങ് ഓഡിയൻസിലേക്ക് ചെന്നാൽ തന്നെ ആ സെക്കൻഡിൽ തന്നെ അവരെ റിപ്പൽ ചെയ്ത് കളയണം, അകറ്റിക്കളയണം. അപ്പോൾ റൈറ്റ് ഓഡിയൻസിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കറക്റ്റ് ആളുകളിലേക്ക് പരസ്യം ചെല്ലുകയും അതോടൊപ്പം തന്നെ റോങ് ആയിട്ടുള്ളവരെ അകറ്റിക്കളയുകയും വേണം. ഇങ്ങനെ ആയിരിക്കണം എല്ലാ പരസ്യങ്ങളും പോകേണ്ടത്. ഇങ്ങനെ പോയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് ഓഡിയൻസ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഒരു സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ നല്ല പ്രയാസപ്പെട്ട് ഒരുപാട് കൺവിൻസിങ് നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും അവിടെ ഒരു സെയിൽ നടക്കുകയുള്ളൂ. അത്തരം ആളുകളിലേക്ക് പരസ്യം ചെല്ലുകയും നിങ്ങളുടെ പരസ്യത്തിന് ഉപയോഗിച്ച ആ കാശ് വേസ്റ്റ് ആവുകയും ചെയ്യും. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓഡിയൻസ് എന്നുള്ളത്. റൈറ്റ് ഓഡിയൻസിലേക്ക് പരസ്യം ചെല്ലണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നത്. ടാർഗറ്റിങ്ങും മറ്റ് കാര്യങ്ങളും എല്ലാം ആഡ്സ് മാനേജറിലുള്ള മറ്റ് ടെക്നിക്കുകളും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കുന്നത്. ഇത് ആദ്യം ഫിക്സ് ചെയ്യണം. ആരാണ് നമ്മളുടെ ഓഡിയൻസ് എന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്യണം. എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ് ആരാണോ അവരെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പരസ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ കസ്റ്റമറെങ്കിൽ +2 വിദ്യാർത്ഥിയാണോ എന്ന് ചോദിച്ച് പരസ്യം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് വിവാഹം കഴിക്കാൻ നിൽക്കുന്നവരാണ്, എന്തെങ്കിലും വെഡ്ഡിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊഡക്റ്റാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ, നിങ്ങൾ ബ്യൂട്ടിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ബ്രൈഡാണോ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ ബ്രൈഡ് എന്നുള്ളത് അവരെ വിളിച്ചുകൊണ്ട്, ആരാണോ ബ്രൈഡ്സ് എന്നുള്ള ആ ഓഡിയൻസിനെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ പരസ്യം സ്റ്റാർട്ട് ചെയ്യും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അവരെ വിളിച്ചുകൊണ്ട് പരസ്യം സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് അവരാണെങ്കിൽ മാത്രമാണ് അവിടെ നിൽക്കുള്ളൂ. അല്ലാത്തവരല്ല, ഞാൻ ബ്രൈഡല്ല, അല്ലെങ്കിൽ ബ്രൈഡ് ആവാൻ പോകുന്ന ഒരാളല്ല, ഈ അടുത്തൊന്നും കല്യാണം ഇതായാലും ഉണ്ടാവില്ല, അപ്പോൾ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ബുദ്ധിമുട്ടിക്കില്ല, അപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്ത് പോകും. ഞാൻ കാരണം എന്താ, റോങ് ഓഡിയൻസിൽ പെട്ടിട്ടുള്ള ആളാണ്. എന്നാൽ മൊത്തത്തിലൊരു പുകമറ പോലെയാണ്, എല്ലാവരും വരട്ടെ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പരസ്യം കൊടുക്കണമെങ്കിൽ ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും. ഒരുപാട് റോങ് ഓഡിയൻസ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അവർ നിങ്ങളുടെ ടൈമും വെറുതെ വേസ്റ്റ് ചെയ്യും. ഇനി സെയിൽ നടന്നാൽ തന്നെ അവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടാണ്, നിങ്ങൾ ഫോഴ്സ് ചെയ്തുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് ഓർ സർവീസ് വാങ്ങിയത്. അത് വാങ്ങിയതിന് ശേഷമായിരിക്കും അവർക്ക് മനസ്സിലാവുന്നത് അവർക്കത് അത്ര സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. അവർ വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ റീഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും, പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടതായിട്ട് വരും. എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി ബിസിനസ് ചെയ്യേണ്ട കാര്യം? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഓഡിയൻസിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ, എല്ലാവരും പറയുന്ന റൈറ്റ് ഓഡിയൻസിനെ പിടിക്കണമെന്നാണ്. അങ്ങനെ റൈറ്റ് ഓഡിയൻസിനെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. റൈറ്റ് ഓഡിയൻസിലേക്ക് പരസ്യം ചെല്ലുന്നതോടൊപ്പം തന്നെ റോങ് ഓഡിയൻസിനെ അത് റിപ്പലും ചെയ്ത് കളയണം. നമുക്ക് വേണ്ടാത്ത ആളുകൾ ആ സെക്കൻഡിൽ തന്നെ, ഒരു 3-4 സെക്കൻഡിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ വീഡിയോ പരസ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓഡിയൻസ് ആരാണോ അവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കി കഥകളൊക്കെ പറയാം. നിങ്ങൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പറയാം. രണ്ടാമതായിട്ട് നമ്മൾ വാല്യൂ പറയണം. ആദ്യം ആരാണോ നമുക്ക് കസ്റ്റമറായിട്ട് വേണ്ട അവരെ വിളിച്ചിട്ട് നിങ്ങളുടെ പരസ്യം സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ഇവരോട് പറയുക. മൂന്നാമത് അവസാനം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ടു ആക്ഷനാണ്. എന്ത് ചെയ്യണം? ഇത്രയും കഥകളെല്ലാം ഞാൻ കേട്ടു, ഓക്കെ, ഞാൻ ബ്രൈഡ് ആവാൻ പോണ ഒരാളാണ് എന്നൊരു പെൺകുട്ടി കാണുകയാണ് നിങ്ങളുടെ പരസ്യം, ഞാൻ ഈ അടുത്ത് തന്നെ ബ്രൈഡ് ആകും, പ്രൊഡക്റ്റ് ഇന്നതാണ്, ഇനി എന്ത് ചെയ്യണം,
പ്രൊഡക്റ്റും കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനി എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന്, കസ്റ്റമറുടെ അടുത്തു നിന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കണം കോൾ ടു ആക്ഷൻ. ഇന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, ഇന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കോൾ ടു ആക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യുക. ഇതായിരിക്കണം എൻഡിങ്. കാരണം ആ കഥ നമ്മൾ മുഴുവനാക്കണം. ഏത് പരസ്യമാണെങ്കിലും ആ പരസ്യം കംപ്ലീറ്റ് ആക്കണം. ആദ്യം നമ്മൾ കോൾ ഔട്ട് ചെയ്തു, ഏത് ഓഡിയൻസിനെയാണോ വേണ്ടത് അവരെ വിളിച്ചു, എന്താണോ വിൽക്കാനുള്ളത് അതിൻ്റെ വാല്യൂ അവർക്ക് പറഞ്ഞു കൊടുത്തു. മൂന്നാമതായിട്ട് ചെയ്യേണ്ടതാണ് കോൾ ടു ആക്ഷൻ എന്നുള്ളത്. എന്താണ് ഇനി ആ കസ്റ്റമർ, ഞാൻ ഇത്രയും കഥ കേട്ടു, ഇനി എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കും. ഇങ്ങനെയാണ് ഒരു പരസ്യം കംപ്ലീറ്റ് ആക്കേണ്ടത്. ഇത് നിങ്ങൾ ഫേസ്ബുക്കിൽ ചെയ്താലും ഇങ്ങനെ തന്നെയാണ്, ഗൂഗിളിൽ ചെയ്താലും ഇങ്ങനെ തന്നെയാണ്, പത്രത്തിൽ പരസ്യം കൊടുത്താലും ഇങ്ങനെ തന്നെയാണ്. ഇതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ പഠിച്ചിട്ട് അതിനനുസരിച്ച് ടെക്നോളജി ഉപയോഗിക്കണമെന്ന് പറയുന്നത്. വെറുതെ ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ കയറി എന്തെങ്കിലും ബട്ടണുമായിട്ട് അമർത്തിയിട്ട് കാര്യമില്ല. ഒരുപാട് പേര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്, ആ ബട്ടൺ അമർത്തുക, ഈ ബട്ടൺ അമർത്തുക. അങ്ങനെ ഏതെങ്കിലും ഒരു ബട്ടൺ അമർത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാജിക് അല്ല സെയിൽ. അതിന് കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. അത് ഫോളോ ചെയ്ത് നിങ്ങൾ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്മോൾ ബിസിനസ്സിൽ നല്ല രീതിയിൽ സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.